സംസ്കാരവും പ്രകൃതിയും നശിപ്പിച്ചുകൊണ്ടുള്ള വരുമാനം വേണ്ട എന്ന് ഉറപ്പിച്ച് കടുത്ത നടപടികളുമായി ഗോവ സർക്കാർ വിനോദസഞ്ചാരികളെത്തുന്ന കടൽ തീരങ്ങളടക്കം സംരക്ഷിക്കുന്നതിന് 1 ലക്ഷം രൂപ പിഴ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വിനോദസഞ്ചാരം വഴിയാണ് ഗോവയുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ലഭിക്കുന്നത്. സംസ്കാരവും പ്രകൃതിയും നശിപ്പിച്ചുകൊണ്ടുള്ള വരുമാനം വേണ്ടെന്നുറപ്പിച്ചാണ് ഗോവ സർക്കാർ വിനോദസഞ്ചാര മേഖലകളിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ബീച്ചുകളും സംസ്കാരവും പൊതു ഇടങ്ങളും സംരക്ഷിക്കാൻ നിയമങ്ങൾ കർശനമാക്കുകയും നിയമലംഘനത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന തിരക്ക്, പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം, വിനോദസഞ്ചാരികളുടെ പെരുമാറ്റം നിയന്ത്രിക്കൽ എന്നിവ കണക്കിലെടുത്താണ് ഗോവ സർക്കാരിൻ്റെ നടപടി. ടൂറിസം ഉത്തരവാദിത്തമുള്ളതാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കുറ്റകൃത്യത്തെ ആശ്രയിച്ച് പിഴകൾ വ്യത്യാസപ്പെടും. എന്നാൽ നിയമവിരുദ്ധ പാർട്ടികൾ, പരിസ്ഥിതി നാശം അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ പോലുള്ള ഗുരുതരമായ ലംഘനങ്ങൾക്ക് 1 ലക്ഷം രൂപ പിഴ ഈടാക്കും. കടൽ തീരങ്ങളിലും പൊതുയിടങ്ങളിലും മാലിന്യം തള്ളുന്നത്, നിശ്ചിത പ്രദേശങ്ങൾക്ക് പുറത്ത് മദ്യ ഉപയോഗത്തിനും നിരോധനമുണ്ട്. സുരക്ഷയും പാരിസ്ഥിതിക ആശങ്കയും കണക്കിലെടുത്ത് ബീച്ചുകളിൽ തീ കത്തിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. ശരിയായ അനുമതിയില്ലാത്ത ബീച്ച് പാർട്ടികൾക്കും നിരോധനമുണ്ട്. ശബ്ദമലിനീകരണം തടയുന്നതിനുള്ള നിയമങ്ങളും കർശനമായി നടപ്പിലാക്കും. ബീച്ചുകളിൽ വാഹനമോടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വകാര്യ സ്വത്തിൽ അതിക്രമിച്ച് കടക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കും. നിയന്ത്രിത മേഖലകളിൽ തിരക്കൊഴിവാക്കാൻ നടപടി സ്വീകരിക്കും. അനധികൃത വഴിയോര കച്ചവടം, പൊതുസ്ഥലത്ത് തുപ്പുന്നത്, പൊതുസ്ഥലത്തെ പുകവലി നിരോധനം, പൊതുസ്ഥലത്തെ മോശം പെരുമാറ്റം, പൊതുസ്വത്ത് നശിപ്പിക്കലിനെതിരായ നടപടി, പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ നിയന്ത്രണം എന്നിങ്ങനെ 19 പ്രവൃത്തികൾക്കാണ് ഗോവയിൽ കനത്ത പിഴ ഈടാക്കുക. ജനം, ഡൽഹി.